ഇടപെടുകയാണ്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ, വലിയ രീതിയിലുള്ള പ്രതിഷേധം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ വൈകാരികമായിട്ടൊരു കുറിപ്പാണ് ഇപ്പോൾ ജി സുധാകരന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ സാഹചര്യത്തോട്, ഈ കുറിപ്പിനോട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? ഈ സുധാകരൻ വളരെ മാനസിക വിഷമത്തോടു കൂടി ആയിരിക്കാം ഉൾപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തെ വളരെ ദീർഘകാലമായിട്ട് അറിയാവുന്ന, അദ്ദേഹമായിട്ട് നന്നായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തിന്റെ മനോവികാരങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. ഒരു പാർട്ടി പ്രവർത്തകരെ പറ്റുന്ന അത്രയും രൂപത്തിൽ എനിക്ക് കഴിഞ്ഞു എന്നിരിക്കില്ല. പക്ഷേ ഒരു സഹപ്രവർത്തകൻ, ഒരു സഹപാഠി, അതോടൊപ്പം ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു വന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ എന്നുള്ള എല്ലാ നിലയിലും എനിക്ക് അദ്ദേഹമായിട്ടുള്ള വലിയ ആത്മബന്ധത്തെ ഞാൻ ഓർക്കുകയാണ്. ഒരിക്കലും അദ്ദേഹം അവിവേകമായ രൂപത്തിലേക്ക് ഒരു നിലപാടെടുക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ തളർച്ച ഏതെങ്കിലും വികാരമായിരിക്കാം ഇതിന് കാരണം എന്ന് ഞാൻ കണക്കാക്കുന്നു. ഇപ്പോൾ ഇതുവരെ കാര്യങ്ങളൊന്നും വീണ്ടും വ്യക്തമായി പുറത്തു വന്നിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചതിന്. അമൽ ആലപ്പുഴയിൽ നിന്ന് തുടരുന്നുണ്ട്. അമലെ, ഏതാണെങ്കിലും സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു സുധാകരന്റെ ഈ കുറിപ്പ് കൂടി വരുമ്പോൾ എന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അമൽ സൂചിപ്പിച്ചു വന്നത് ആലപ്പുഴയിലെ സാഹചര്യങ്ങൾ മാറി മറിയുന്നതിനെ കുറിച്ചായിരുന്നു. ഈ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ ഇനി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള നേരിയ സാധ്യതയെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണല്ലോ ഇനി അറിയേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം ആലപ്പുഴയിൽ ഉരുത്തിരിയുമോ? ശക്തമായിട്ടുള്ള സമ്മർദ്ദ തന്ത്രമാണ് ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല. അത്തരത്തിൽ സമ്മർദ്ദ തന്ത്രം പയറ്റിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവാണ് ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ചും പാർട്ടിയുടെ നടപടികൾക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പടയൊരുക്കം ജി സുധാകരനെ പോലെ ഏറെക്കാലം പാർട്ടിയുടെ ഭാഗമായിരുന്ന മുതിർന്ന നേതാവിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജി സുധാകരൻ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഫേസ്ബുക്കിലൂടെ നടത്തിയതെന്നും പ്രത്യേകിച്ചും കാണേണ്ടതാണ്. ഇന്ന് രാവിലെകളിലടക്കം നമ്മൾ കണ്ടതാണ് ഈ ബ്രാഞ്ച് കമ്മിറ്റിയിലെ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ മെമ്പർഷിപ്പ് പുതുക്കുവാൻ ഉള്ള സമയം 10-ാം തീയതി വരെയാണ്. പക്ഷേ ഈ മെമ്പർഷിപ്പ് പുതുക്കുവാൻ ഇതുവരെയും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുവാൻ ജി സുധാകരൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ചും ബ്രാഞ്ച് സെക്രട്ടറി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഈ ഫോമുകളെല്ലാം കൈമാറിയിരുന്നു. പക്ഷേ ഇതുവരെയും അതിലൊരു നടപടിയെടുക്കുവാൻ ജി സുധാകരൻ തയ്യാറായിരുന്നില്ല. രാവിലെ നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമായെല്ലാം സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് കാലിന് ചില അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ കൊടുക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് പുതുക്കാത്തത് എന്നാണ്. പക്ഷേ ഇപ്പോൾ ജി സുധാകരൻ തന്റെ നിലപാട് മാറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ തനിക്ക് ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് പുതുക്കുവാൻ തയ്യാറാവാത്തത് എന്ന് അസന്നിഗ്ധമായിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജി സുധാകരൻ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിലെ വിഭാഗീയത പ്രശ്നങ്ങൾ, പാർട്ടിക്കുള്ളിലുള്ള ചേരിതിരിവുകൾ, ഇതിനെക്കുറിച്ചെല്ലാം വലിയ രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമായി ഈ വിഭാഗീയതകളെല്ലാം ഒതുക്കുന്നതിന്റെ ഭാഗമായി കൂടി പലതരത്തിലുള്ള വെട്ടിനിരത്തലുകളും ആലപ്പുഴയിലെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വെട്ടിനിരത്തലിന് ജി സുധാകരൻ ഇരയായി എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തെ ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കുമുണ്ട്. ഇതിനെ തുടർന്ന് പലപ്പോഴായി പരോക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങൾ പാർട്ടിക്കെതിരെ ജി സുധാകരൻ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരനെ മത്സരിക്കുവാൻ പരിഗണിക്കണമെന്നൊരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. ജി സുധാകരൻ പോലും പരസ്യമായി പല മാധ്യമങ്ങളോടും അത് അറിയിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ അത്തരത്തിലുള്ളൊരു സമീപനം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പായ നിമിഷത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജി സുധാകരൻ നടത്തിയിരിക്കുന്നത്. അത് പാർട്ടിയെ, പ്രത്യേകിച്ചും ആലപ്പുഴയിലെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമോ എന്ന കാര്യത്തിൽ വരും നാളുകളിൽ കൂടി വ്യക്തത വരുന്നതാണ്. പ്രത്യേകിച്ചും ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് അനഭിമിതനാകുന്ന ഘട്ടത്തിൽ പോലും ജി സുധാകരൻ വലിയ രീതിയിലുള്ള ജനകീയതയുള്ള നേതാവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അമൽ, ഇപ്പോൾ എം ലിജു കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ലിജു, ഇക്കാര്യത്തിൽ ഇപ്പോൾ ജി സുധാകരൻ വലിയ രീതിയിലുള്ള അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന കാലങ്ങളായിരുന്നു. അതിലിപ്പോൾ അതിവൈകാരികമായിട്ടൊരു കുറിപ്പ് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ട് ഇനി മെമ്പർഷിപ്പിലേക്ക് ഇല്ല എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയുകയാണ്.